മെയ് മാസം 21-ാം തീയതി ക്രിസ്തു വർഷം 2025. പലരുടെയും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായും ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സന്ദേശം കേൾക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവെഴുത്ത് വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അത് ആ അധ്യായം മുഴുവൻ 11 മുതൽ മൊത്തം വായിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ 11 മുതൽ 18 വരെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥനായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനവും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിനൊരു ആരംഭമുണ്ട് എന്ന് ഉള്ളത് ക്രൈസ്തവ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഉള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില ഉപദേശങ്ങളും കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടത്തേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, പുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച പരിശുദ്ധ ദൈവമാണ്. പാപികളായ ആദാമിനും ആദാമിൻ്റെ മക്കൾക്കും കർത്താവ് ഒരു വീണ്ടെടുപ്പുകാരനെ ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടുള്ള സമീപസ്ഥരായി തീരുവാനായിട്ട് നിരപ്രാപിക്കാനിടയായി തീർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം ഞങ്ങൾ മനസ്സിലാക്കി. ആ ആരംഭത്തിൽ ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ബോധമുള്ളവരായിട്ട് സമാധാനവും സന്തോഷവും ഐശ്വര്യമുള്ളവരായിട്ട് ജീവിക്കാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കാൻ ശ്രമിച്ചത്. അതെല്ലാം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വേറൊരു പേരാണ് ആത്മീയ ജീവിതം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിലുള്ള ആരംഭമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആരംഭം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. ഒന്ന്, ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1948 മെയ് 14-ാം തീയതി അവർ പുതിയത് 1878 വർഷങ്ങൾക്ക് ശേഷം ഒരു രാഷ്ട്രമായി തീർന്നു. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരുപാട് കാഴ്ച വസ്തുക്കൾ അവൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചും അസ്തിത്വത്തെ സംബന്ധിച്ചും അവൻ്റെ പദ്ധതിയെ സംബന്ധിച്ചും അത്ഭുതകരമായ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളം ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നോക്കി നമ്മൾ പലതും പഠിക്കാനുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞ ഉപമയുണ്ട്, അത്തിയെ നോക്കി നിങ്ങളൊരു കാര്യം പഠിപ്പിൻ. അത്തി ഇസ്രായേലിനെ സംബന്ധിച്ച പ്രധാന പ്രശ്നം. അത്തി തളിർത്ത് കഴിയുമ്പോൾ സമ്മറായി, കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ സാധിക്കും. വൃക്ഷത്തെ നോക്കി അതിൻ്റെ ഫലത്തെ നോക്കി നമുക്ക് പല കാര്യങ്ങളും അറിയാം. അതുപോലെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ കലണ്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളതിനെക്കുറിച്ച് അല്പമായിട്ട് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടാതെ ഇന്ന് സമാധാനവും സമൃദ്ധിയും സുരക്ഷയ്ക്ക് വേണ്ടി ഈ പുതുവർഷത്തിൽ 2025 മുതൽ
സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനം, സമൃദ്ധി, സുരക്ഷ. എന്നാൽ നമ്മളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യർ സമാധാനവും സുരക്ഷയും, സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരും. അത് കർത്താവിൻ്റെ വരവോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വാസ്തവമായിട്ട് നടക്കാൻ പോകുന്നത് സമാധാനത്തിൻ്റെ പ്രഭുവായ യേശുക്രിസ്തു വരുമ്പോൾ മാത്രമാണ്. അതുവരെ സമാധാനം ഈ ലോകത്തിൽ ലഭിക്കില്ല. അതുകൊണ്ട് ഈ വന്ന കർത്താവിനെ, അവൻ്റെ കാൽവരി മരണത്തെയും അവൻ്റെ അടക്കത്തെയും പുനരുദ്ധാനത്തെയും വിശ്വസിച്ച്, അവൻ്റെ മഹത്വത്തിലേക്ക് കടന്ന് ആ കാര്യങ്ങളിൽ വിശ്വസിച്ച് അതുവഴി നമുക്ക് ലഭിക്കുന്ന സമാധാനം. അതുകൊണ്ട് നമ്മൾ എഫേസ്യത്തിൽ വായിച്ചത്, അവൻ നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിന് സമാധാനം, എൻ്റെ സമാധാനം, നിങ്ങളുടെ സമാധാനം, അത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. അവനാണ്, യേശുക്രിസ്തുവാണ് സമാധാനത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് മാത്രമേ വാസ്തവമായ സമാധാനം ഈ ലോകത്തിലുണ്ടാകുകയുള്ളൂ. എന്നാൽ വ്യക്തിപരമായിട്ട്, പേഴ്സണൽ ലെവലിൽ നമുക്കിന്ന് സമാധാനം സാധ്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തു അവൻ്റെ കാൽവരി മരണത്തിനും അവൻ്റെ പുനരുദ്ധാനത്തിനും വിശ്വസിക്കുന്ന മാത്രം വഴിയാണ് നമുക്ക് ആ സമാധാനം വരുന്നത്. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിക്കാനിടയായിത്തീരുന്നത്. മൂന്നാമതായിട്ട് ഈ രണ്ട് കാര്യങ്ങളും, ഇസ്രായേലിൻ്റെ തിരിച്ചുവരവും ഇന്ന് മനുഷ്യർ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് അതിൽ തന്നെ തെറ്റായൊരു കാര്യമല്ല. എങ്കിലും വാസ്തവമായിട്ടുള്ള ദൈവിക പദ്ധതി അനുസരിച്ചുള്ള സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, സമൃദ്ധി നമുക്ക് ലഭിക്കണമെങ്കിൽ, സുരക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് കർത്താവായ യേശുക്രിസ്തു, അവനിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ അബ്രാഹത്ത് ദൈവവുമായിട്ട് ചെയ്ത വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ എബ്രാഹിം വഴി മാത്രമാണ് ഈ ലോകത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നത്. അത് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറൊരു മാർഗം നമ്മൾ സ്വീകരിച്ചാൽ അത് ദൈവിക പദ്ധതിക്ക് എതിരായിരിക്കും. അതുകൊണ്ട് ഈ യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനായി, എബ്രാഹിമിൻ്റെ പുത്രനായി, ആദാമിൻ്റെ പുത്രനായി ജനിച്ച യേശുക്രിസ്തുവിൽ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വരേണ്ടത്. എന്നാൽ മനുഷ്യൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള മാർഗം. അത് കർത്താവ് യേശുക്രിസ്തുവിലാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു ക്രിസ്ത്യാനി ആയിത്തീരുന്ന അന്ന് മുതൽ നാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ പുസ്തകം നമുക്കറിയണം. ഈ പുസ്തകത്തിൽ ഏറ്റവും വ്യക്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം അത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി പഠിക്കേണ്ട ഒരു വിഷയമാണ്. സഭയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യക്ഷമായൊരു കാര്യം നമുക്ക് നൽകിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു സഭയില്ല. സഭയൊന്നും ഒരു കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ സാർവത്രിക സഭയാണ്. അത് ഈ ഗോളത്തിൽ, ഈ ഭൂമിയിലുള്ള സകല വിശ്വാസികളും ചേർന്ന കർത്താവ് യേശുവിൻ്റെ ശരീരമാണ്. അത് ആരെ എവിടേക്കാണ് നമുക്കറിയത്തില്ല. നമ്മൾ പ്രാദേശികമായി കൂടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇതാണ് സഭ എന്നുള്ളത്. ആ സഭയെ സംബന്ധിച്ച്, സഭയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവം കേൾക്കും. ദൈവത്തിന് നമ്മളെ അറിയാം, നമുക്ക് ദൈവത്തെ അറിയാം. നമ്മൾ വളരെ ചെറിയ കൂട്ടമായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിനറിയാം എൻ്റെ മക്കൾ ആരൊക്കെയാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ലോകത്തിൽ നമുക്ക് അറിയാൻ സാധ്യമല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ ഒരു അടയാളമാണ്. അതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ നാം ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരുപാട് ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും അതിൻ്റെ നോട്ട്സ് ഞാൻ അല്പമായിട്ട് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ സേവ് ചെയ്യും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തോരം അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകാൻ പോകുന്നത്. വളരെ അത്ഭുതകരമായ, നമ്മുടെ രക്ഷിക്കപ്പെടുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ
ജീവിതത്തിൽ ഈ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ലഭിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക്, അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിലെ 3-ാം അധ്യായം 2-5 വാക്യങ്ങളിൽ നമ്മൾ പരിശോധിക്കും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചത് നിങ്ങൾ ന്യായപ്രമാണത്താലാണോ അല്ലെങ്കിൽ വിശ്വാസത്താലാണോ? അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്? കർത്താവ് തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവ്. ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അവനിൽ വസിച്ച് സ്ഥിരമായിട്ട് വസിച്ച് അവനെ നടത്തുന്ന ആ അവസ്ഥയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വി റിസീവ് ദി ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 39-ാം വാക്യമാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാൻ നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ഇത് പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു കാര്യം ആണ് എന്നുള്ളത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 11 വരെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത് നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നമുക്ക് നൽകിയത്. അത് എപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷം കേട്ട്, നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അതിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു. എത്രയോ വ്യക്തമായ കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവിക കാര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ അസാധ്യമാണ്. അതൊരു ക്രിസ്തീയ ജീവിതം അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അപ്രകാരമാണ്. 13-ാം വാക്യത്തിൽ, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ച് കൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യന് ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവൻ ആർ? ഒരു വലിയ ചോദ്യമാണത്. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഈ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ. എന്നാൽ അത് ഒരു നിമിഷം കൊണ്ടോ ഒരു സുപ്രഭാതം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. കർത്താവിൻ്റെ മനസ്സറിയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മൾ ദൈനംദിനം അവിടെയാണ് ബൈബിളിൻ്റെയും ബൈബിൾ പഠനത്തിൻ്റെയും പ്രാധാന്യം വരുന്നത്. ഞങ്ങളെപ്പോലുള്ള ഉപദേശകന്മാരുടെ ഉപയോഗം വരുന്ന അവിടെയാണ്. ഇത് പഠിപ്പിച്ച് നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം പരിശുദ്ധാത്മാവിനാണ്. ആ ജീവിതമാണ് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ ജീവിതം നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെ ജീവിക്കണം? എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കണം. നമുക്ക് വേണ്ടി ആര് മരിച്ചു? അവന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് ഇനി നാം ആരും തന്നെ, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു രക്ഷയ്ക്കായി വിശ്വസിച്ചു എങ്കിൽ, പരിശുദ്ധാത്മാവിൽ കൊണ്ട് എങ്കിൽ, നാം ഇനി ജീവിക്കേണ്ടത് ദൈവമഹത്വത്തിന് വേണ്ടി. രണ്ടാമതായിട്ട് നാം ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടി ആര് മരിച്ചു? അവന് വേണ്ടി, കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കണം. വെരി സിമ്പിൾ. അതുകൊണ്ടാണ് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും നാം എന്ത് ചെയ്യണം? ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കും, എല്ലാവരും മരിച്ചുവെന്നും അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ നമുക്ക് വേണ്ടി മരിച്ചതിന് വേണ്ടി ജീവിക്കണമെന്ന് അത് നിശ്ചയപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇതെല്ലാം അറിവ് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് നമുക്ക് ജ്ഞാനവും അറിവും വളരേണ്ട ആവശ്യം. ഇത് പലപ്പോഴും നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അതുപോലെ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഈ വിശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് വചനത്തിൻ്റെ കേൾവിയാലാണ്. അതൊരു കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്.
അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് തിരിച്ച് നിങ്ങളത് വേദപുസ്തകത്തിൽ നിങ്ങൾ തന്നെ വായിച്ച് നോക്കണം. ഇത് അങ്ങനെ തന്നെയോ, എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മ നിങ്ങൾക്ക് ബോധ്യം നൽകുന്നെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കണം. എന്നെ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഈ ലോകത്തിലെ ഏത് മനുഷ്യൻ്റെ ഉപദേശം കേട്ടാലും അത് നമുക്ക് ഗുണകരം അല്ല. എന്നാൽ ദൈവവചനം വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഗുണകരമാണ്. ഈ ലോകത്തിൽ ഒരുപാട് ഉപദേശകന്മാരുണ്ട്, എന്നെപ്പോലുള്ള ഒരുപാട് ഉപദേശകന്മാർ. എല്ലാവരും സത്യം പറയുന്നവരല്ല. ഒരു 99% കള്ളം പറയുന്നവരാ, ബോഷ്ക്ക് പറയുന്നവരാ. അത് പോഷ്കാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ അറിവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ ജീവിതം പരിശുദ്ധാത്മ ആരംഭിക്കുന്നു. അത് നമ്മൾ ബോൺ അഗെയിൻ എന്ന് പറയും. വീണ്ടും ജനിച്ചവനാണ്, ഉയരത്തിൽ ജനിച്ചവനാണ്, വചനത്താൽ ജനിച്ചവനാണ്. അതുമാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു, അവനെ നിറയ്ക്കുന്നു, അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. അതുമാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിലുള്ള നടപ്പാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, അതിന് 5-ാം അധ്യായത്തിൻ്റെ 16-25 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വാക്ക് ഇൻ ദി സ്പിരിറ്റ് എന്ന, ഹോളി സ്പിരിറ്റ്, വാക്ക് ഇൻ ദി ഹോളി സ്പിരിറ്റ്. ഇഫ് യു വാക്ക് ഇൻ ദി ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഈസ് വാട്ട് ക്രിസ്ത്യൻ ലൈഫ് ഈസ്. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു ആരംഭമുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക, 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കാരണം ഇന്ന് പല ക്രൈസ്തവ സമൂഹങ്ങളിലും അവർക്കൊരു ആരംഭമില്ല. അവർ ജനിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നു എന്നുള്ള ഒരു ദുരുപദേശം അവരെ പഠിപ്പിക്കുന്നത്. അതിന് ചിലപ്പോൾ വെള്ളം തെളിക്കും, അല്ലെങ്കിൽ അവരുടെ എണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ ചില പുരോഹിതന്മാരെന്ന് പറയുന്നവർ അവർക്ക് ചില കാര്യങ്ങളൊക്കെ മന്ത്രം ഓതും. അങ്ങനെ ക്രിസ്ത്യാനികളായി ജന്മനാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്നുള്ള ഒരു ദുരുപദേശമാണ് ഇന്ന് പലരെയും ക്രിസ്ത്യാനികളാക്കുന്നത്. എന്നാൽ അതല്ല. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ മുന്നേയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച വേദഭാഗം അതിൻ്റെ 12 മുതൽ 11 മുതൽ, ആകയാൽ നിങ്ങൾ മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ പരിച്ഛേദനയേക്കാത്തതുകൊണ്ട് നിങ്ങൾ പരിച്ഛേദന ഇല്ലാത്തവരാണ്, ദൈവമില്ലാത്തവർ, ഇസ്രായേൽ ജനത്തോട് ബന്ധമില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവരെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് നമ്മുടെയൊക്കെ ആരംഭം. അങ്ങനെയുള്ള ജീവിതത്തിൽ ഉള്ള പരിശുദ്ധാത്മാവ് നമുക്ക് സുവിശേഷം കേൾപ്പിച്ച് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച് നമ്മൾ ക്രിസ്തു ജീവിതം ആരംഭിക്കും. ഇന്ന് പല സഭകളിലും നാമധേയ ക്രൈസ്തവർ എന്ന് പറയുന്ന പലയിടത്തും അവർ ഏത് മാതാപിതാക്കൾക്ക് ജനിക്കുന്നു, ഏത് സഭയിൽ ജനിക്കുന്നു, അതുകൊണ്ട് അവർ എല്ലാം ഗ്രാൻഡഡാണ്, ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ് വി ആർ ക്രിസ്ത്യൻസ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. എൻ്റെ മക്കൾ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജനിച്ച എൻ്റെ മക്കൾ, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾക്കൂടെ സുവിശേഷം കേൾക്കാനും സുവിശേഷത്തിൽ വിശ്വസിക്കാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും നിങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. അത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അന്നാണ് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം. ഏർലിയർ ദി ബെറ്റർ. എത്ര വേഗത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവോ അത് നമുക്ക് ഗുണകരമാണ്. എന്നാൽ ഇന്ന് സഭകളിൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, യു ഹവ് ടു ഗിവ് അപ്പ് സോ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു ദുരുപദേശം കൂടിയുണ്ട്. എന്നാൽ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എഫേസ്യൻ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്ന വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. ഇപ്പോൾ ഗുഡ് വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ദൈവത്തിന് സാധ്യതയുണ്ട്. അത് ആനന്ദകരവും സമാധാനം നൽകുന്നതും ദൈവമഹത്വത്തിനുള്ളതുമാണ്. അത് നമുക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അതിനൊരു ആരംഭമുണ്ട്. ആ ആരംഭത്തിന് മുമ്പ് നാം ഈ പറഞ്ഞ വ്യക്തികളായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. എഫേസ്യൻ 2-ാം അധ്യായത്തിൽ 13-ാം വാക്യം. 12-ാം വാക്യം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഇസ്രായേൽ പൗരത്വം സമ്പത്തുമില്ലാത്തവർ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്കും അന്യരും പ്രത്യാശയില്ലാത്തവർ, ലോകത്തെ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ട് ജന്മനാലുള്ള ക്രൈസ്തവ ജീവിതം അത് ആബ്സല്യൂട്ട്ലി തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്.
നമുക്കൊരു ആരംഭം ആവശ്യമുണ്ട്. അതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു? എന്നാൽ ധാർമ്മികമായിട്ട് നല്ല ജീവിതങ്ങൾ നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോകുന്നതല്ല. കർത്താവ് യേശു ക്രിസ്തു കൂടാതെ നത്തിങ്, നോ, ഇറ്റ് ഈസ് നത്തിങ്. ഈ ജോക്കിയുടെ അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത് ജോക്കി ഓർ നത്തിങ് എന്നാണ് അവരുടെ ജോക്കിയുടെ അഡ്വർടൈസ്മെൻറ്റ്. ജോക്കി ഓർ നത്തിങ്, ക്രൈസ്റ്റ് ഓർ നത്തിങ്, ദാറ്റ്സ് ഇറ്റ് എക്സാക്ട്ലി. എനിവേ, എൻ്റെ നല്ലൊരു ഉദാഹരണമാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർ 2:13 വാക്യത്തിൽ മുമ്പേ ദൂരസ്ഥരായിരുന്നു, നിങ്ങളിപ്പോൾ യേശു ക്രിസ്തു രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. മുമ്പ് സമീപസ്ഥരല്ലാത്തവർ ഇപ്പോൾ സമീപസ്ഥരായിത്തീർന്നു. I think you all know the advertisement, that's why you are laughing, no? Jokey or nothing. Okay, that is fine. Anyway. അപ്പോൾ മുൻപ് നമ്മുടെ ക്രിസ്ത്യാനി ആരംഭിക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു ക്രിസ്ത്യാനി ആരംഭിക്കുകയാണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് എ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അത് ഏർലിയർ ദി ബെറ്റർ. 4 വയസ്സിൽ രക്ഷിക്കപ്പെട്ട് വ്യക്തികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. 4 ഇയേഴ്സിൽ അവർ കാര്യങ്ങൾ മനസ്സിലായി, പരിശുദ്ധാത്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം വീട്ടിലെ സാഹചര്യങ്ങളും അവരെ പഠിപ്പിക്കലൊക്കെ അനുസരിച്ച് വേഗത്തിൽ നമുക്ക് ക്രിസ്ത്യാനികളായി തീരാൻ സാധിക്കും. അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ശക്തമായ ഉപദേശങ്ങൾ നമുക്കിവിടെ കാണാം. എന്നാൽ 17 മുതൽ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവൻ വന്ന ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അങ്ങനെ യഹൂദനും ജാതിക്കും യേശു ക്രിസ്തുവിൽ ദൈവത്തോട് സമാധാനം അടുപ്പിച്ചിരിക്കുക. 2 കൂട്ടരായിരുന്നു, ജാതികളും ഇസ്രായേലും. അതിൻ്റെ 18-ാം വാക്യത്തിൽ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അത് പിതാവിലേക്ക് നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാ ആവശ്യമാണ്. പരിശുദ്ധമില്ലാതെ പരിപാടി നടക്കത്തില്ല. അതിന് ക്രിസ്തു ആവശ്യമാണ്. ക്രിസ്തു വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ ലഭിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുമ്പോൾ അത് ഏതുപോലെ ക്രിസ്തുവാണ്? യഹൂദന്മാരുടെ മശിഹായാണ്. അവൻ യഹൂദനാണ്, അവൻ മനുഷ്യനായി ജനിച്ചവനാണ്. എന്നാൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവനാണ് നമ്മുടെ പാപപരിഹാരകനായിട്ട് മരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ഉള്ള ഒരു വിഷയം. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നിങ്ങളുടെ വേദപുസ്തക പഠനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ദൃഢമായിട്ട് ബോധ്യമാകുന്ന കാര്യം വരെ പഠിക്കുക. ഒരു കാര്യം, ഈ വേദപുസ്തകത്തിലെ ദൈവമാണോ വാസ്തവത്തിലെ ദൈവം? അത് നിങ്ങൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് വേറൊരു രക്ഷകനുണ്ടോ? ആ രക്ഷകനെ നിങ്ങൾ കണ്ടെത്തി അത് യേശു ക്രിസ്തു ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ വേദപുസ്തകത്തിലെ ഓരോ ഉപദേശങ്ങളും തമ്മിൽ കോർത്ത് ഇണക്കിയ ഒരു വളരെ മനോഹരമായ ഒരു മാല പോലെയാണത്. ഓരോ മാലയിലും നമ്മൾ ഓരോ ഉപദേശങ്ങളും ഇങ്ങനെ ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ മനോഹരമായ ഒരു മാല നമുക്കുണ്ടാക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 19-ാം വാക്യം, ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനവും അത്രേ. യേശു ക്രിസ്തു തന്നെ മുലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരികയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ തമ്മിൽ അഗാധമായ ബന്ധവും സ്നേഹവും ആവശ്യമാണ്. ആ പരിശുദ്ധാത്മ ഇല്ലെങ്കിലോ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രൈസ്തവ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് യഹൂദിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പരിപാടി. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണത്. എന്തുകൊണ്ട് ഇസ്രായേൽ 1870 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു രാഷ്ട്രമായി തീർന്നു എന്നുള്ളത്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നത് ഈജിപ്തിൽ വെച്ചാണ്. 400 വർഷത്തെ അടിമ ജീവിതം അവിടെ ഒരു രാഷ്ട്രമാക്കി
തീർക്കുമെന്ന് യൂദയോട് ദൈവം അവന് വാഗ്ദാനം ചെയ്തിരുന്നു. അവിടെ അവർ രാഷ്ട്രമായി തീർന്നു. അവനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ചെങ്കടൽ കടന്ന് ന്യായപ്രമാണം കൊടുത്ത് അവരെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം അവർ രാഷ്ട്രമായി തീർന്നു. അതിനുശേഷം രാജാക്കന്മാരുണ്ടായി, ശൗൽ, പിന്നെ ദാവീദ്. അപ്പോൾ അതിന് ശേഷം അവരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ബൗണ്ടറീസ്, അവരുടെ വാസസ്ഥലത്തിൻ്റെ അതിരുകൾ നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത സ്ഥലങ്ങളുടെ അതിരുകൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ എത്രയോ മനുഷ്യരാണ് അതിലൂടെ കടന്നു പോയിട്ടുള്ളത്. നമുക്കറിയാം AD BC 722 അസീറിയ വന്നതിനെ ആക്രമിച്ചു, 10 ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ടാണ് നമ്മൾ ലോസ്റ്റ് ട്രൈബ് ഓഫ് 10 ട്രൈബ്സ് എന്ന് പറയുന്നത്, ലോസ്റ്റ് 10 ട്രൈബ്സ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് അറിയില്ലെങ്കിലും ദൈവത്തിനതറിയാം. അത് റഷ്യ ആ ഭാഗത്തേക്ക്, സിറിയ ആ ഭാഗത്തേക്കാണ് അവർ പിടിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം BC 586 ആ കാലഘട്ടത്തിൽ നെബൂഖദ്നസർ രാജാവ് വന്ന് യൂദയെ പിടിച്ചുകൊണ്ടുപോയി. യൂദയെ, ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് വായിക്കുമ്പോൾ 516 അവർ വീണ്ടും അത് തിരിച്ചു വന്ന് അവിടെ രാഷ്ട്രം പണിയുകയാണ്. എന്നാൽ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ഇസ്രായേലും ജെറുസലേം ഉൾപ്പെട്ട ആ സാമ്രാജ്യം, ആ ചെറിയൊരു രാഷ്ട്രം, അത് ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സമൂഹങ്ങൾ അതിൽ കടന്നു പോയിട്ടുണ്ട്. അതിലൊന്നും അസീറിയയാണ്. അസീറിയയ്ക്ക് വേണമെങ്കിൽ ഇന്ന് ഇസ്രായേലിനെ ക്ലെയിം ചെയ്യാം. കാരണം ഞങ്ങൾ ഒരു കാലത്ത് ഇത് ഞങ്ങൾ ആധിപത്യമുള്ളവരായിരുന്നു. അതിനുശേഷം ബാബിലോൺ വന്നു. ബാബിലോൺ വന്നതിന് ശേഷം പിന്നെ മേദിയോ പേർഷ്യ അവർ ഭരിച്ചു. അതിനുശേഷം യവന സാമ്രാജ്യം ഭരിച്ചു. അതിനുശേഷം റോമാ സാമ്രാജ്യം ഭരിച്ചു. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് കർത്താവ് ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ വാസ്തവമായി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ അവിടെ അവകാശമുണ്ട്, കാരണം അവർ ഭരിച്ച സ്ഥലമാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇത് ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം കൊടുത്ത ഭൂമിയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ ക്ലെയിം ചെയ്താലും ദൈവത്തെ മറികടക്കാൻ സാധ്യമല്ല. അതിനുശേഷം നമ്മൾ ചരിത്രം വായിച്ചാൽ റോമൻ സാമ്രാജ്യം ഏകദേശം 500 AD സംഭവിക്കുന്നത്. 500 AD, 500 AD അതുവരെ അവരുടെ സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 300 തൊട്ട് 638 AD വരെ ഏകദേശം 338 വർഷത്തോളം ഭരിച്ച ബൈസാൻറ്റൈൻ എംപയറാണ്. ബൈസാൻറ്റൈൻ എംപയർ നമുക്കറിയാം. കോൺസ്റ്റാൻറ്റിൻ്റെ കാലത്ത് യൂറോപ്പ് ഡിവൈഡ്, ഈസ്റ്റും വെസ്റ്റുമായിട്ട് രണ്ടായി പിളർന്നു. ഒന്ന് റോമൻ സാമ്രാജ്യം, ഒന്ന് ബൈസാൻറ്റൈൻ സാമ്രാജ്യം. അവരാണ് ഈ ഭാഗങ്ങൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്കും ഇതിനെക്കുറിച്ച് ക്ലെയിമുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഏർലി മുസ്ലിം പീരീഡ്. ഏർലി മുസ്ലിം പീരീഡ് 638 മുതൽ 1999 വരെ അത് ഭരിച്ചിരുന്ന ഇസ്ലാമിക് മതക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്കും അവകാശം വേണമെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. അതിനുശേഷം കത്തോലിക്ക സഭ, അന്നത്തെ റോമൻ കത്തോലിക്ക സഭ പോപ്പിൻ്റെ നേതൃത്വത്തിൽ 1600 മുതൽ 1242 വരെ ആ പ്രദേശം മുഴുവൻ ഭരിച്ചവരാണ്. ഇസ്രായേൽ മുഴുവൻ പിടിച്ചടക്കി. അവിടെ അന്ന് മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും അവിടെ അനുവാദമില്ലായിരുന്നു അവിടെ കടക്കാനായിട്ട്. ജെറുസലേമിലും ഇസ്രായേലിലും പാർക്കാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇന്ന് റോമൻ കത്തോലിക്ക സഭയ്ക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളൊരു കാലത്ത് ഇവിടെ ഭരിച്ചവരാണ്. അങ്ങനെ ഇത് ഈ സ്ഥലം, ഈ ഇസ്രായേലിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി, അതിന് ഒരുപാട് അവകാശികളുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് ഇത് ദൈവം അബ്രാഹാമിന് വാഗ്ദത്തം കൊടുത്തതാണ്. അതിൻ്റെ അവകാശികൾ അവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ക്രിസ്ത്യ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ഇതാരാണ് ഇതിൻ്റെ അവകാശി എന്നുള്ളത്, ദൈവം ആർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിൽക്കാലങ്ങളിൽ ഇപ്പം നമ്മൾ എബ്രാഹിമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എബ്രാഹിമിന് ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മകൻ ഇശ്മായേലാണ്. അവരിൽ നിന്ന് 12 രാജാക്കന്മാർ വരുന്നു, ഒരുപാട് ജനമുണ്ടാകുന്നു. അതിനുശേഷം ഇസഹാക്കിൽ 12 ഗോത്രങ്ങളുണ്ടാകുന്നു, ഗോത്രപിതാക്കന്മാരുണ്ടാകുന്നു അവരുടെ. അതിനുശേഷം
സാറ മരിച്ചിട്ട് കതൂരയെ കല്യാണം കഴിക്കുന്നു. കതൂരയിൽ ഒരുപാട് മക്കളുണ്ട്. അതിൽ പിന്നെ ബാക്കി അല്ലാതെ വെപ്പാട്ടികളിൽ നിന്ന് മക്കളുണ്ടായി. അങ്ങനെ വലിയൊരു മക്കളുടെ പിതാവാണ് എബ്രാഹാം. ഇവരെല്ലാം കൂടി ചേർന്നാൽ ഒരുപാട് ജനമുണ്ട്. എന്നാൽ ഈ ഡിസെൻഡൻ്റ് എന്ന് പറയുന്നത്, അവകാശി എന്ന് പറയുന്നത്, അത് ഇസ്ഹാക്ക് വഴി കൊടുത്തിരിക്കുന്ന മക്കൾ മാത്രമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഇന്ന് ഈ ദൈവം ഇസ്രായേലിന് കൊടുത്ത ഈ ഭൂമിക്ക് വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരികയാണ്. ഇസ്രായേൽ സഹിക്കേണ്ടി വരുന്നു, ലോകം സഹിക്കേണ്ടി വരികയാണ്. കാരണം എന്താണ്? ഈ അബ്രാഹാമിൻ്റെ ദൈവമായ യഹോവയെ, സാക്ഷാൽ ദൈവത്തെ അറിയാവുന്ന അവൻ്റെ മക്കൾ പിൽക്കാലങ്ങളിൽ എന്തു ചെയ്തു? വേറെ ദൈവങ്ങളിലേക്ക് കടന്നുപോയി. അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം തന്നെയാണ്. യഹൂദന്മാർ അന്യ ദൈവങ്ങളിലേക്ക് പോയി, അവർ ന്യായപ്രമാണം അനുസരിക്കാതെ വന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. അതാണ് അവർക്കുള്ള 2 ഡീപ്പോർട്ടേഷൻ. അത് ഒന്ന് 1586 നെബൂഖദ്നേസറിൻ്റെ കീഴിലും പിന്നെ AD 70 റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ നടന്നു. ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉള്ളവരാണ് ഇന്ന് ചിതറിപ്പാർക്കുന്ന അവരെല്ലാം കൂടി 1948 മെയ് 14 അവർ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. രാഷ്ട്രമായി തുടരുകയാണെന്ന്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യവുമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നാം പഠിക്കാനും പഠിപ്പിക്കാനും ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ ഇതുവരെ ഈ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ തുടങ്ങണം. ആ തുടങ്ങാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ പ്രസംഗം കേട്ട്, വേദപുസ്തകത്തിൻ്റെ വചനം കേട്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം, വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കണം. ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന് ഉള്ള ചില ഉപദേശങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് അറിയണം, അവർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണെന്ന് അറിയണം, അവർ കൊടുത്തിരിക്കുന്ന ഭൂമി ഏതാണെന്ന് അറിയണം, അതിൻ്റെ അതിരുകൾ അറിയണം, അതിൻ്റെ എത്ര അവകാശികളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൈസ്തവ ജീവിതത്തിന് നമുക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ട് ഇസ്രായേൽ അതിൻ്റെ ഭൂമി അത് ദൈവം അവർക്ക് കൊടുത്തതാണ് എങ്കിൽ അത് ഒരു നാൾ അതപ്രകാരം തന്നെ പൂർണ്ണമായിട്ടും അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അത് നമുക്ക് ആശ്വാസമുള്ള കാര്യം, വളരെ ആശ്വാസം. ക്രിസ്തീയ ജീവിതത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ വചനം അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് സമാധാനം ആവശ്യമാണ്, സമൃദ്ധി ആവശ്യമാണ്, സുരക്ഷ ആവശ്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആ വിശ്വാസം വഴി നമുക്ക് ആ നിമിഷം മുതൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും സമൃദ്ധിയിലേക്ക് കടക്കും. അതുമാത്രമല്ല, നമ്മൾ വലിയൊരു പ്രത്യാശ നമ്മളെ ഇനിയും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശ അതാണ്, കർത്താവിന് എല്ലാം ശരിയാകും. സമാധാനത്തിന് പ്രഭു വരും, സമാധാനം കൊണ്ടുവരും, ഭൂമി സമാധാനമുള്ളതായിത്തീരും എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ എന്തൊക്കെ ശ്രമിച്ചാലും ദൈവം അബ്രാഹത്തിലാണ്, അവനോടുള്ള വാഗ്ദത്തത്തിലാണ് ഈ ലോകത്തിന് അനുഗ്രഹങ്ങൾ കൊടുത്തത്. എബ്രായ ലേഖനം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, അബ്രാഹാമിൽ, നിന്നിൽ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു. അത് ഞാനതിനെക്കുറിച്ച് അല്പം വായിച്ചു നോക്കിയപ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തെ സംബന്ധിച്ച് 18-ൻ്റെ 18-ലും 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും ഒക്കെ തന്നെ സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ചും പിന്നെയും എഴുതിയിട്ടുണ്ട്. എബ്രാഹിമിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ആ എബ്രാഹിമിൻ്റെ സന്തതിയായിട്ട് ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് യഹൂദന്മാരുടെ മശീക. അവർ തള്ളിക്കളഞ്ഞ ആണെങ്കിലും അവൻ മൂലക്കല്ലാണെന്ന് ആ കലയിൽ വിശ്വസിച്ച് നമുക്ക് വാസ്തവമായിട്ടുള്ള ക്രൈസ്തവ വിചാരം ആരംഭിക്കാൻ, സമാധാനത്തിലേക്ക് കടക്കുവാൻ, ദൈവമായിട്ടുള്ള നിരപ്പിലേക്ക് കടക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിന് ആരംഭമുണ്ടാകുവാനും ക്രൈസ്തവ ജീവിതത്തിന് വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇസ്രായേലിന്
കൊടുത്ത എബ്രാഹിമിന് കൊടുത്ത വാഗ്ദാനങ്ങളുടെ നിവൃത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കർത്താവേ അത് നിവൃത്തിയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.